എൻ്റെ ഒരു പ്രൊഫസറുണ്ട്. പ്രൊഫസറിൻ്റെ എപ്പോഴും പറയുമായിരുന്നു, റുമറ്റോളജിസ്റ്റ് ഭയങ്കര ഒരിക്കലും അഹങ്കാരിയാകാൻ സാധിക്കില്ല, അഹങ്കാരം വരില്ല. കാര്യം റുമറ്റോളജി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ നോക്കാനായിട്ട് കാർഡിയോളജിസ്റ്റിന് എക്കോ ചെയ്താൽ അറിയാൻ പറ്റും, ECG ചെയ്താൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ഇല്ലെന്നുള്ളത്. ഒരാൾക്ക് ഷുഗർ ഉണ്ടോ നോക്കാൻ വളരെ എളുപ്പമാണ്, ഷുഗറിൻ്റെ ലെവൽ നോക്കിയാൽ മതി, HbA1c നോക്കിയാൽ മതി. പക്ഷേ റുമറ്റോളജി അസുഖങ്ങൾ അല്ലെങ്കിൽ വാതരോഗങ്ങൾ അത്ര സിമ്പിളല്ല. റുമറ്റോളജി അസുഖങ്ങൾക്ക് ഒരു പ്രഹേളികയാണ്, റിഡിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കോംപ്ലക്സ് ആയിട്ട് ഡയഗ്നോസ് ആയിരിക്കും പലപ്പോഴും വരുന്നത്. അതുകൊണ്ട് റുമറ്റോളജിസ്റ്റിന് എപ്പോഴും കുറച്ച് വിനയം കാണും, മറ്റുള്ളവരെ പോലെയല്ല, കുറച്ച് വിനയം ഉള്ള ആളുകളായിരിക്കാനാണ് സാധ്യത. കാരണം നമ്മുടെ അസുഖങ്ങൾ കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്താണ് വലിയ ആളാണെന്ന് നമ്മൾ ധരിക്കുമ്പോൾ ഒരു അസുഖം വന്ന് നമ്മൾ നേരെ അങ്ങ് സ്റ്റംപ് ചെയ്ത് കളയും. കാരണം കുറേ അതുപോലെ ക്ലിനിക്കൽ മെഡിസിൻ്റെ ആർട്ട് വില്യം മോസ്ലർ എന്ന് ഭയങ്കര വലിയൊരു എഴുത്തുകാരനുണ്ട്, വലിയൊരു ബിഷോഗനുണ്ടായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മെഡിസിൻ ഇസ് എ സയൻസ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് ആർട്ട് ഓഫ് പ്രോബിലിറ്റി എന്നാണ്. അതായത് മെഡിസിൻ എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിൻ്റെ ശാസ്ത്രവും സാധ്യതകളുടെ കലയുമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു രോഗിയെ കാണുമ്പോൾ എന്താണ് നമ്മുടെ സാധ്യത എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇതിന് ആകാറാണ്, ഇതാണ് പ്രോബിലിറ്റി, ഇതാണ് 80% അല്ലെ 80% റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്, അല്ലെങ്കിൽ 70% ലൂപ്പസ് ആകാൻ തന്നെയാണ് സാധ്യത. ചില പേഷ്യൻസ് നമുക്ക് 100% ഇതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു പ്രോബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇത് റുമറ്റോളജിയിൽ വളരെ വളരെ സാർത്ഥകമാണ്. ഇത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പുതിയ സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. അതായത് ഒരു മെഡിക്കൽ ഡിറ്റക്റ്റീവ് സീരീസ് എന്ന് പറഞ്ഞ പോലെ. അതായത് എങ്ങനെയാണ് ഒരു രോഗി വരുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത്. പലപ്പോഴും ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അതിലൂടെ നമുക്ക് കുറേ കൺസെപ്റ്റ്സ് പറഞ്ഞു തരാൻ സാധിക്കും. അതിലെ ഒന്നാമത്തെ സീരീസ് നമ്മൾ ചെയ്യുകയാണ്.